തുടങ്ങല്ലേ. പുതിയ ചരിത്രം പിറക്കുകയാണ്. കല്ലുടുമ്പൻ കല്ലുടുമ്പിൽ കുടുംബ സംഗമം. ഒപ്പം 2025 സെപ്റ്റംബർ 2 ചൊവ്വാഴ്ച രാവിലെ 8:30 മുതൽ വൈകുന്നേരം 6:30 വരെ കടലുണ്ടി കോട്ടക്കടവ് അവോക്കി സാൻഡ്ര അറീന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. കേരളത്തിലെ 11 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 7500-ലധികം കുടുംബങ്ങൾ ഒന്നിച്ചു കൂടുകയാണ്. 1991 ഗിന്നസ് വേൾഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് അപ്പം അങ്ങനെ ഗിന്നസ് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുകയാണ്. 34 കൊല്ലത്തിന് ശേഷം വേൾഡ് റെക്കോർഡുകൾ, അതേപോലെ തന്നെ USA വേൾഡ് റെക്കോർഡ്, ലണ്ടൻ വേൾഡ് റെക്കോർഡ്, അങ്ങനെയുള്ള ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, അങ്ങനെയുള്ള മുഴുവൻ റെക്കോർഡുകൾ വരുന്നു. ഞങ്ങൾ ചരിത്രം വെച്ചാൽ ഞങ്ങളൊരു 600-700 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു കുടുംബമാണ്. വന്ന മീൻസ് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഒരു കൺവേർട്ടഡ് കുടുംബത്തിൽ നിന്ന് വന്നാണ്. അങ്ങനെയാണ് കേരളത്തിനകത്തും പുറത്തുമായി നമ്മുടെ കുടുംബങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത്. ഇതിൽ ഉദ്ദേശിക്കുന്നത് ഒരു സാമൂഹിക പുനരധിവാസം, അതായത് പാവപ്പെട്ട കുടുംബങ്ങൾ ഇതിനകത്തുണ്ട് ഞങ്ങളുടെ കൂടപ്പുറപ്പുകൾ. അവരൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. സെപ്റ്റംബറിൽ, അതായത് എല്ലാ റെക്കോർഡുകളും 7ഓളം റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്താണ് നമ്മൾ കൊണ്ടുവന്നത്. ഇല്ലാരി എന്ന് പറയുന്ന ഒരു കുടുംബമാണ് 91 അറിയാം ഗിന്നസ് റെക്കോർഡ് ഉണ്ടായിരുന്നു. അതുൾപ്പെടെയുള്ള എല്ലാ റെക്കോർഡും ബ്രേക്ക് ചെയ്യണം. ഇതാണ്. പിന്നെ അതിന് നിങ്ങൾ എല്ലാവരും വേണം, വേണ്ട രീതിയിൽ പരമാവധി കവറേജ് കിട്ടുന്ന രീതിയിൽ പരിഗണിക്കണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അതെ, കല്ലുടുമ്പൻ വെച്ചാൽ ഞങ്ങൾ സ്പെല്ലിംഗ് പറഞ്ഞ പ്രശ്നം. കല്ലുടുമ്പൻ എന്നുണ്ട്, കല്ലുടുമ്പിലാണ് ശരിക്കും. കല്ലുടുമ്പിൽ എന്നുള്ളത് എഴുത്തില് കല്ലുടുമ്പൻ എന്ന് പറഞ്ഞു. ആണ് കല്ലുടുമ്പൻ കല്ലുടുമ്പിൽ എന്നാക്കി. അത് കൊടുത്താലും ഡോക്യുമെന്റില് നമ്മുടെ ആധാറൊക്കെ വന്നത് കല്ലുടുമ്പിൽ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. കല്ലുടുമ്പനും കല്ലുടുമ്പിൽ ആധാർ കാർഡില്. അപ്പൊ ഈ ആളുകളെ ഈ കടക്കാടൻ അങ്ങനെ ഓരോ ഉണ്ടല്ലോ, ഓരോ ആളുകളെ അങ്ങനെ വിളിക്കുന്ന ഒരു ഉണ്ടല്ലോ, ആ രീതിയിൽ വന്ന മാറ്റമാണ്. കല്ലുടുമ്പനും കല്ലുടുമ്പിലും ഒന്ന് തന്നെയാണ്, പക്ഷെ അത് രണ്ട് രീതിയിലാണ്. ചില ആളുകളുടെ ആധാർ കാർഡില് SSC ബുക്കിലൊക്കെ കല്ലുടുമ്പെന്ന്, ചില ആളുകളുടെ അടിയാധാരത്തിൽ കല്ലുടുമ്പൻ. അത് ലിപിയിലുണ്ടായ പണ്ടത്തെ കാലത്ത് അതിലുണ്ടായിരുന്ന പ്രശ്നമാണ്. നമ്മുടെ റിയാസ് മിനിസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ എം കെ രാഘവൻ MP ആണ് സമാപനം ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ പാണക്കാട് സയ്യിദ് റാഷിദ് അലി ശിഹാബ് തങ്ങള്, കലീം ബുഖാരി തങ്ങള്, അതുപോലെ തന്നെ P അബ്ദുൽ ഹമീദ് മോസ്ലം MLA, ആര്യാടൻ ഷൗക്കത്ത് MLA, വഹാവുദ്ദീൻ നദ്വി നമ്മുടെ വൈസ് ചാൻസലർ, പിന്നെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ്ബ്, മുൻ വ്യവസായ വകുപ്പ് മന്ത്രി എളമരം കരീമ, അബ്ദുള്ള മദനി തുടങ്ങിയ വിവിധ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഗിന്നസ് റെക്കോർഡ്സ് കുടുംബ സംഗമം നടന്നിട്ടുണ്ട്. ആളുകളുടെ പങ്കാളിത്തത്തോടുകൂടി ഇങ്ങനെ കുടുംബസംഗമം നടന്നില്ല. ഞാൻ അതിന് പ്രൂഫ് കൊടുക്കുന്നുണ്ട്. കുട്ടികൾ കല്യാണം കഴിച്ചു കൊടുത്തുപോയ മക്കളാണെങ്കിൽ അവര് SSLC ബുക്ക്, കല്ലുടുമ്പിൽ ഉണ്ടാവുന്ന അഡ്രസ്സ്, മറ്റുള്ളവര് പാസ്പോർട്ട്, ആധാർ, അതിന്റെ പ്രൂഫാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. സംഗമത്തിന് ആദരിക്കല്, മുതിർന്ന 75 വയസ്സ് മുതൽ മുകളിലുള്ള ആളുകളെ ആദരിക്കല്, പിന്നീട് ഈ LSS, USS, SSLC, +2, ഡിഗ്രി, പ്രൊഫഷണൽ കോഴ്സ് ജയിച്ച A+ എന്ന മാനദണ്ഡമില്ല, വിജയിച്ച എല്ലാ കുട്ടികളെ ആദരിക്കുന്നു. ഈ വർഷം വിജയിച്ച. പിന്നെ കുട്ടികളുടെ കലാപരിപാടികൾ, തീമാറ്റിക് മത്സരങ്ങൾ, ഞങ്ങളുടെ ചരിത്ര പ്രബന്ധം അവതരണം, ഞങ്ങൾ എങ്ങനെ ഉണ്ടായി, എവിടുന്ന് വന്നു എന്നതിന്റെ അവതരണമുണ്ട്. ഹിസ്റ്റോറിക്കൽ പ്രസന്റേഷൻ കുടുംബത്തിന്റെ ഒരു 700 വർഷത്തെ ചരിത്രം അന്ന് അവതരിപ്പിക്കണം ഉദ്ദേശിക്കുന്നത്.
വൺ ഡേ പ്രോഗ്രാം. ഈ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകള്, എന്റെ പേര് ലത്തീഫ് ഖാനാണ്, ഞാൻ ചെയർമാനാണ്. ഇത് മുഹമ്മദ് പാണ്ടിക്കാട് കൺവീനറാണ്. പിന്നെ വാവ വാക്കവി കടലോണ്ടി വൈസ് ചെയർമാനാണ്. കുഞ്ഞിൻ ഹാജി കൂരിയാട്, മുഹമ്മദ് ചെറുവാടി, ബാവ ചെറക്കല്, സെയ്തു കൊണ്ടോട്ടി. 7 പേരുണ്ട്. 5 ആളെന്നറിയാം, എന്നാലും ഒന്ന് പരിഗണിക്കുക. തൊണ്ണൂറ്റിയേഴ് 470 528. എന്റെ നമ്മുടെ കുടുംബസംഗമത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാൻ സംവിധാനങ്ങൾ നിങ്ങൾക്ക് കൂടിയുള്ള ഒരു സ്പേസ് ഉണ്ടാവണം നമ്മൾ സജ്ജീകരിച്ചു. നിങ്ങൾ അങ്ങനെ വരുമ്പോ വണ്ടി എടുത്ത് വന്നാൽ അതിന്റെ കോമ്പൻസേറ്റ് ചെയ്യും ഞങ്ങൾ. വണ്ടി എല്ലാവരും കൂടെ വന്നാൽ നമുക്ക് ആ സംഗമം ഒന്ന് ഗാനം ചെയ്യാമല്ലോ. നിങ്ങൾക്ക് നേരിട്ട് കാണാം. കോട്ടക്കടവ് അറിയാലോ, കടലുണ്ടി കോട്ടക്കടവ് ട്രെയിൻ ദുരന്തം നടന്ന ആ പ്രദേശത്താണ്. പുതിയ ഒരു ഓഡിറ്റോറിയമാണ്. ഒരു ഫോട്ടോ നിങ്ങൾ ഫോട്ടോ എടുത്തില്ല, നമുക്കൊന്ന് അതൊന്ന് വെച്ചേ. കൂടുതല് മലപ്പുറം ജില്ലയില് കൂരിയാട്, ദേവതയാല്, മാവൂര്, തൃശ്ശൂർ, പാലോപ്പള്ളി, വയനാട്, പിന്നെ ചുങ്കത്ര ഭാഗത്ത്, നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ. നിലമ്പൂരിൽ 1800ഓളം വോട്ടവകാശമുള്ള ആളുണ്ട്. നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ മാത്രം. കലൂർമൂമ്മൻ. പിന്നെ ഇടുക്കി, പത്തനംതിട്ട, എരുമേലിയിൽ വരെ ഞങ്ങളുടെ കുടുംബങ്ങളുണ്ട്. എറണാകുളം, തൃശ്ശൂര്, പിന്നെ കൊടക്, കുട്ടേല്, മംഗലാപുരം. മംഗലാപുരത്തേക്കൊക്കെ ഞങ്ങൾ ജയിലിൽ കൊണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടവരാണ്. പിന്നെ ഇവിടെയുള്ള അന്തമാനുള്ളത് ബ്രിട്ടീഷുകാർ നാട് കടത്തിയതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, 80 ഭാഷാ സമരം ഉണ്ടായിരുന്നു. ഭാഷാ സമയത്ത് മരിച്ച റഹ്മാൻ എന്റെ ബ്രദറാണ്. റഹ്മാൻ ഞങ്ങളുടെ ബ്രദറാണ്. ഹുബ്ലിയിലുണ്ട്. നമ്മുടെ 35 ഇടങ്ങളിലുള്ള കുടുംബങ്ങളാണ് ഇപ്പൊ ഒരു നമ്മളായിട്ട് ഇപ്പൊ ജോയിന്റ് ആയിട്ടില്ല. പിന്നെ ഉണ്ടാവും, ഇനിയും കണ്ടെത്താനുണ്ട്. നോക്ക്.